ഭർത്താവിൻ്റെ അനിയൻ്റെ പ്രായപൂർത്തിയായ മകൾ നെഞ്ചിനൊക്കെ തൊടുന്നു. കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ഭർത്താവ് UKG കുട്ടിയെപ്പോലെ കളിപ്പിക്കും. ബാപ്പയെപ്പോലെയാണ് എന്നാണ് പറയുന്നത്. ഇവർ ഒരേ രക്തമല്ലേ? മകളെപ്പോലെ തന്നെ ഇവരെ കാണേണ്ടതുണ്ടോ? പല കാരണങ്ങളാലും സംശയമുണ്ട്. ഭർത്താവിനെ അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി കുടുംബബന്ധം മുറിക്കലാണോ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ മഹറം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ എങ്ങനെയുള്ളൂ എന്ന് വിചാരിച്ചാൽ, പിന്നെ ഒരു ഹസ്ബൻഡും വൈഫും പെരുമാറുന്ന പോലെ വാപ്പയും മകളും പെരുമാറിക്കൂടല്ലോ. അങ്ങനെയല്ലല്ലോ വാപ്പയും മകളും തമ്മിൽ പെരുമാറ്റും. ഒരു മകനും ഉമ്മയും തമ്മിലാണെങ്കിലും. അപ്പോൾ മഹറം എന്ന് പറയുമ്പോൾ അത് പിന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടതാണെങ്കിലും അവിടെ എന്തുണ്ട്, അവിടെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, ഇടപഴകുമ്പോൾ ചില കാര്യങ്ങളുണ്ട്, അവിടെ ചില പരിമിതികളുണ്ട്. മനസ്സിലല്ലേ? ഇപ്പൊ നമ്മളെ വൈഫ് ഡ്രസ്സ് ചെയ്യുന്ന റൂമിൽ നമ്മൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളെ പെങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന റൂമിൽ നമ്മൾ ഇരിക്കില്ലല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം അതിൻ്റെ ഒരു പരിധിയിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു മര്യാദ നമ്മൾ പാലിക്കണം. ഇവിടുത്തെ പ്രശ്നം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തോന്നുന്നത്, യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് സ്ത്രീയോട്, നമ്മുടെ സ്വന്തം ഉമ്മനോട് പോലും നമ്മളെന്താണ് കൂടുതലായിട്ട് പെരുമാറുകയും ഇടപഴകുകയും ചെയ്യുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അവരുടെ വിശ്വാസം എന്താണ്, ഏറ്റവും അധികം എന്നോടാണ് ഇതൊക്കെ വേണ്ടത് എന്നുള്ളതാണ്. അപ്പം അതിൽ സെക്സ് എന്നോ സെക്സ് അല്ലാത്തതെന്നുള്ള വ്യത്യാസമില്ല പറഞ്ഞത്, ഒരു പെരുമാറ്റം പോലും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളാണ് വിചാരിച്ചോളൂ, നിരന്തരമായി കസ്റ്റമേഴ്സ് ആയിട്ട് ലേഡീസോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, അത് നിരന്തരം ആ ഫോണുകൾ വരുമ്പോൾ നിങ്ങളുടെ വൈഫ് അസ്വസ്ഥയാവും. പറയുമ്പോൾ നിങ്ങളൊരു വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, നിങ്ങൾ 100% വിശ്വാസമാണ്. എന്തിനവരൊക്കെ നിങ്ങളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ പോലെ ഇത് ജോലി സ്ഥലത്ത് വന്നാൽ പിന്നെ ഇങ്ങനെ ഫോണ് എന്നാണ്. ഇപ്പം ഒരു ടീച്ചറുടെ ഭർത്താവ്, അവർക്ക് സ്റ്റാഫ് റൂമിലെ സ്റ്റാഫുകൾ മൊത്തത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ്. അപ്പൊ അതിലെന്ത് ചെയ്യും, സ്റ്റാഫ് അല്ലേ, ഒരാൾ തമാശ പറയും, അതിനിപ്പുറത്തൊരു മറുപടി പറയും, മനസ്സിലായി? അപ്പൊ അത് ഈ ഫോൺ ഇയാൾ കാണാണ്. അപ്പൊ ഇയാൾ പറയണത് വൈഫ് ഇങ്ങനെ കൂടെയുള്ള ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ഇവർ ഇടുന്ന പോസ്റ്റൊക്കെ എന്താണ്, ഒന്നിച്ചുള്ള ഗ്രൂപ്പിലുള്ള പോസ്റ്റ് അല്ലേ, ഒരു വ്യക്തിനോടൊന്നല്ല. പക്ഷെ അതിന് സൂക്ഷ്മത പാലിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതാണ് ഇയാളെ ഒരു സംശയരോഗിയാക്കുന്നത്. അപ്പൊ നമ്മുടെ വൈഫ് വേറൊരാളോട് സംസാരിക്കുമ്പോൾ അത് വല്ല മര്യാദകളും പാലിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു വിഷമം ഭാര്യ പറഞ്ഞാൽ പിന്നെ ആ പെരുമാറ്റം അയാൾ തുടരാൻ പാടില്ല. കാരണം അതൊരു നിർബന്ധമായ കാര്യമല്ലല്ലോ. ഒരു ചെറിയ കുട്ടിയെ കളിപ്പിക്കുന്ന പോലെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിനെ നമ്മുടെ മകൾ തന്നെയാണെങ്കിലും കളിപ്പിക്കണ്ടല്ലോ. അതിലൊരു സംശയം ഭാര്യന്റെ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം. അത് അയാൾക്ക് ഉണ്ടാവേണ്ട ഒരു ബോധമാണ്. ഒരുവിധം പരമാവധി ഇത്തരം സംശയങ്ങൾ പറയാതിരിക്കും നമ്മൾ. അഥവാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തണം. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇപ്പോൾ എളാപ്പല്ലേ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാണ്, കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഇവരെന്ത് ചെയ്യുക, തയ്യാറാവുക, കുറച്ച് മനസ്സ് വിശാലത കാണിക്കുക. പക്ഷെ അതോടൊപ്പം മറ്റേ ആൾ എന്ത് ചെയ്യുക, അത് ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അതിൽ പറയാനുള്ള കാര്യം.